മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് കരുണ ദേഷ്യത്തോടുകൂടി തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞതും കണ്ണൻ ചെന്നിട്ട് പ്രതാപനോടും പ്രതാപന്റെ അമ്മയോടും ചോദിക്കുന്നുണ്ട്, മോള് സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പം, ഇല്ല മോനെ, കാരണം മോള് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് മോനോടൊരു അപേക്ഷയുണ്ട്, മോളുടെ മുന്നിൽ ദയവ് ചെയ്ത് നടക്കരുത് കേട്ടോ എന്ന്. ആ സമയത്ത് പ്രതാപനും പറയുന്നുണ്ട്, കണ്ണമോൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം, പക്ഷെ ഞങ്ങളുടെ മോളുടെ മുന്നിൽ നീ നടക്കരുത്, അത് മോൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നടക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പക്ഷെ സാഹചര്യം വന്നപ്പോൾ ഞാൻ നടന്നു പോയതാ. എന്തായാലും എൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുമ്പം ഞാൻ വീൽ ചെയറിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ, ഇനി കരുണയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അപ്പം ഞാൻ അവളുടെ മുന്നിലും എഴുന്നേറ്റ് നടക്കുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനി കരുണമോളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കതിന് വിശ്വാസമൊന്നുമില്ല, പറയുന്നത് നിങ്ങളും നിങ്ങളുടെ അമ്മയല്ലേ, രണ്ടെണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളൂല, അതുപോലെ തന്നെ മനസ്സിൽ വിഷം നിറച്ചുകൊണ്ട് നടക്കണവളാണ് നിങ്ങളുടെ മോളും, അതുകൊണ്ട് ഇനി അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കം മഹിക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കും, അതുമാത്രമല്ല അവളുടെ കർണ അടിച്ച് ഞാൻ പൊളിക്കുകയും ചെയ്യും. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മോനെ കണ്ണമോനെ അങ്ങനെയൊന്നും ചെയ്യല്ലേടാ, അതെൻ്റെ മോൾക്ക് സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ കുഞ്ഞിന്റെ സന്തോഷം കാണാനാണ്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞിന്റെ സന്തോഷം കാണാൻ മറ്റൊരാളുടെ ജീവനെടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പം, ഞങ്ങളുടെ മുന്നിൽ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്, ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇന്നലെ മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സങ്കടപ്പെടാൻ മഹിയുടെ അമ്മയും ഞാനും മഹിയെ സ്നേഹിക്കുന്നവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളും നിങ്ങളുടെ മോളും പടക്കം പൊട്ടിച്ചത് ആഘോഷിക്കൂലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഈ പ്രതാപനാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ കൂടി ഒരു താക്കീത് നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇനിയും നിങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാർക്കോയൊന്നും ആയിരിക്കില്ല, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മോളെ ഞാൻ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യണേ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മഹിയുടെ മേത്ത് ഒരു മണ്ണ് നുള്ളിയിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ ഞാൻ വെള്ളം ഒതുപ്പിച്ച് കെടുത്തു. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ കണ്ണമോനെ, ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന്. പിന്നീട് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ട്, വാ മോനെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കണ്ണനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ മോഹിനിയുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും കരുണേനെയാണ്. പ്രതാപൻ്റെ അമ്മ കരുണയോട് പറയുന്നുണ്ട്, മോളെ ഇനി അടുത്തൊന്നും അവർക്കെതിരെ ഒരു നീക്കവും നടത്തരുത്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോളുടെ ജീവന ആപത്തായിരിക്കും എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇതുപോലെ ജീവിക്കണേക്കാളും നല്ലത് എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൂ മുത്തശ്ശി, എന്തായാലും ഇന്ന് അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ ഒരിക്കലും വരില്ല എന്ന് തന്നെ കരുതിയിരുന്നതാണ്, അവളുടെയും അയാളുടെയും ഭീഷണിക്ക് മുന്നിൽ എനിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു, എന്നെ സ്നേഹിക്കാത്ത അമ്മയുടെ പിറന്നാൾ ഞാൻ എന്തിനാ മുത്തശ്ശി ആഘോഷിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇച്ചിരി സമയം മോശം, അതുകൊണ്ട് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് പ്രതാപൻ പറയുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇപ്പം മാത്രമല്ല ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ സമയം മോശമായിരിക്കും, അതുപോലെയുള്ള ഒരു മന്ദബുദ്ധിനെയും കൊണ്ടല്ലേ അച്ഛനെന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ല, എന്തായാലും ഉണ്ണി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം എന്താവുമെന്ന് പറയാൻ പറ്റില്ല, അതുമാത്രമല്ല പ്രതാപനെ ജയിലിലേക്കും പറഞ്ഞു വിടും, പ്രതാപൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ മോൾക്കറിയാലോ ഈ സമ്പാദ്യം എല്ലാം കേസ് നടത്തി തന്നെ തീരും, പിന്നെ മോൾക്ക് ജീവിക്കാൻ ഒരു ഗതി ഉണ്ടാവില്ല, മഹാലക്ഷ്മിയുടെ കാൽക്കീഴിൽ ജീവിക്കേണ്ട വരുമെന്ന്. ആ സമയത്ത് കരുണ ദേഷ്യത്തോടുകൂടി പ്രതാപനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛൻ ഒറ്റ ഒരുത്തനാന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിക്കും മോഹിനി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ കരുണ ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുമ്പം, എന്തായാലും നമ്മളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും അവള് വരില്ല, നമുക്ക് കഴിക്കാൻ കണ്ണേട്ടാന്നും പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണയും മഹാലക്ഷ്മിയും കണ്ണനും എല്ലാം കമലേശ്വരത്ത് തിരിച്ചു വരാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അകത്തേക്ക് കയറി പോയതും ഈ ദുർഗയാണ് ഈ കരുണയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മോളെ അമ്മയുടെ പിറന്നാൾ ആഘോഷം എന്ന് ചോദിക്കുമ്പോൾ, ഗംഭീര ആകാശമല്ലായിരുന്നോ, എന്തായാലും എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ പോയതൊന്നുമല്ല, ഇനിയിപ്പോൾ അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അതെനിക്ക് തന്നെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, അതാ മോളെ എനിക്ക് മനസ്സിലാവാത്ത, നീ എന്തിനാ ഈ കണ്ണനെയും മഹാലക്ഷ്മിയും ഇത്രയ്ക്ക് അങ്ങനെ അനുസരിക്കണേ, അവർ പറയുന്നത് അനുസരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല, ഇപ്പം തന്നെ ഉണ്ണിയേട്ടൻ ജോലിയൊന്നുമില്ലാതെ നടക്കാല്ലേ, അവരുടെ ചെലവിലല്ലേ നമ്മൾ ജീവിക്കണത്, അപ്പോൾ പിന്നെ നമ്മൾ അവർ പറയുന്നത് അനുസരിക്കണ്ടേന്ന് ചോദിക്കുമ്പം ഇതിനു മുമ്പും അങ്ങനെ തന്നെയല്ലായിരുന്നോ, കണ്ണനല്ലേ ഇവിടുത്തെ ചിലവൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്, അന്നൊന്നും മോളിങ്ങനെ പെരുമാറി കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അന്നത്തെ സാഹചര്യം അല്ല അമ്മ, ഇന്നത്തെ സാഹചര്യം മാറി, അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അമ്മയോട് പറയാനില്ല എന്ന് പറഞ്ഞ് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മിനെയാണ്.
കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ തനിക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ സന്തോഷമാവാതെ ഇതുവരെയും എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെയുള്ള സന്തോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ എന്നും കരുണയുടെ പിറന്നാളിന് മാത്രമേ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെയും എൻ്റെ അമ്മയുടെയും പിറന്നാൾ ആരും ആഘോഷിക്കാറില്ലായിരുന്നു. പിറന്നാളിൻ്റെ അന്ന് ഞാനും അമ്മയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, അത്രമാത്രം ഉണ്ടായുള്ളൂ. ഇനി എന്തായാലും മുന്നോട്ടുള്ള തൻ്റെ അമ്മയുടെ എല്ലാ പിറന്നാളും നമ്മൾ ഇതുപോലെ തന്നെ ആഘോഷിക്കും എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രതാപൻ്റെ അമ്മയും വലിയ പ്രശ്നത്തിനൊന്നും വരില്ല എന്ന് വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ലടോ. ഇപ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കരുണ സത്യങ്ങൾ അറിയുമെന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നത്തിനൊന്നും വരില്ലായിരിക്കും. ഇനിയിപ്പോൾ വന്നാലും പ്രതാപനെയും എല്ലാവരെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയും സാഗറിനെയാണ്. മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, ഏടത്തിനെയും ഏട്ടനെയും വിളിച്ചിട്ട് 2 ദിവസമായി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചതും മഹാലക്ഷ്മി ഫോൺ എടുത്തിട്ട് എന്താ മഞ്ജു എന്തൊക്കെയുണ്ട് വിശേഷം? ആ സമയം മഞ്ജു പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഏടത്തി സുഖമായിട്ട് ഇരിക്കണു, ഏടത്തിയുടെയൊക്കെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാന്ന് പറയുമ്പം എന്നാൽ നീ ഒരു പണി ചെയ്യും മഞ്ജു, 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് പോവാം, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കാം, അതിനുശേഷം ഞാൻ അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നാൽ പ്രശ്നമാവില്ല ഏടത്തിന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജു, ഞാനും കണ്ണേട്ടനും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിൻ്റെ അമ്മ കുഞ്ഞിനെ കളയാനൊന്നും മുതിരില്ല, ഞാനുള്ളപ്പോൾ നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ വരാൻ, കണ്ണേട്ടനോട് എന്നെ വിളിക്കാൻ വരാൻ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം തന്നെ കണ്ണേട്ടനെ പറഞ്ഞുവിടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവും കണ്ണനും കൂടി വീട്ടിലേക്ക് വന്ന സമയത്ത് ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം അതെന്താ അമ്മ അങ്ങനെ ചോദിക്കണേ, ഇത് ഇവളുടെയും കൂടെ വീടല്ലേ, ഇവൾക്ക് വിശേഷമായി എന്ന് പറഞ്ഞപ്പം അമ്മ തന്നെ പോയി ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതിന് ഇവള് എന്നെ അമ്മയായിട്ട് അംഗീകരിക്കണമൊന്നുമില്ലല്ലോ, അതുമാത്രമല്ല ഇവൾക്ക് വിശേഷം ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാൻ നടക്കണേ എന്തിനാ, ഇവളെ അന്വേഷിക്കാൻ നടക്കുന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മഞ്ജു ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് അമ്മ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാനൊന്നും ശ്രമിക്കണ്ട, അതൊരിക്കലും നടക്കാനും പോണില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം ജയിലിലായിരിക്കും കേട്ടോ. ആ സമയം നമ്മളുടെ കരുണ അങ്ങോട്ട് വരുമ്പം മഞ്ജുവിനെ കാണുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ മഞ്ജു വന്നത് ഒട്ടും ഇഷ്ടമാവണില്ല. എന്നിട്ട് മഞ്ജു ഈ കരുണയെ ശ്രദ്ധിക്കുമ്പം കരുണയാണെങ്കിൽ പഴയതുപോലെ വായിട്ടളിക്കാനൊന്നും ചെല്ലണില്ലല്ലോ എന്നിങ്ങനെ മഞ്ജു മനസ്സിൽ ഓർക്കുന്നുണ്ട്. കരുണയ്ക്ക് എന്ത് പറ്റിക്കാണോ, എന്തായാലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. നേരത്തെയൊക്കെ എന്നെ കാണുമ്പം ഇങ്ങോട്ട് വന്നത് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറണവളാ, ഇന്നിപ്പോൾ ഒന്നും മിണ്ടാണ്ടാണല്ലോ നിൽക്കണേന്ന്, ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കളയാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കണേയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുമോ നിൽക്കാതിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാനിപ്പോൾ എന്തിനാ ഇവളുടെ കുഞ്ഞിനെ കളയാൻ നടക്കണേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോയതും കണ്ണൻ പറയുന്നുണ്ട്, വാ മഞ്ജു, നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അവരങ്ങനെയൊക്കെ പറയും, അതൊന്നും നീ മൈൻഡ് ചെയ്യാൻ പോകണ്ട, പിന്നെ നീ ഇവിടുന്ന് പണികളൊന്നും എടുക്കാൻ നിൽക്കണ്ട, ഇവിടെ ഇപ്പോൾ എല്ലാ പണിയും ചെയ്യുന്നത് കരുണ, എന്ത് വേണമെങ്കിലും കരുണയോട് പറഞ്ഞാൽ മതി, കരുണ റെഡിയാക്കി തന്നോളുന്നു. ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ അങ്ങനെ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട മഞ്ജു, കരുണ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യണേ, ഇപ്പോൾ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും കരുണയോട് പറഞ്ഞാൽ മതി, അല്ലാതെ തനി അടുക്കള കയറി ഒന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട. ആ സമയം കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, ഉവാടി നിനക്കൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം, 2 എണ്ണത്തിനെ ഞാൻ കൊന്നു കളയുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്തേ കരുണ, മഞ്ജുവിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം അതിനെന്താ ലക്ഷ്മി, ഞാനതെല്ലാം ഉണ്ടാക്കി കൊടുത്തോളാന്ന് ഭയങ്കര വിനയത്തോടുകൂടി തന്നെ ഈ കരുണ പറയുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ആണെങ്കിൽ സംശയത്തോടുകൂടി മഹാലക്ഷ്മിയെ നോക്കുമ്പം നീ സംശയിച്ച് നോക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞത് സത്യ, ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത് കരുണ ഒറ്റയ്ക്കാണ്. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ലല്ലോ എടുത്തി, ഇനി കരുണയെടുത്തിയുടെ അച്ഛൻ്റെ സമനില പോയതുപോലെ കരുണയെടുത്തിയുടെ സമനില തെറ്റുമെന്ന് ചോദിക്കുമ്പം സമനില തെറ്റിയിട്ടൊന്നുമല്ല, പണിയെടുക്കാതെ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴാണെങ്കിൽ ഉണ്ണി ജോലിക്ക് പോകാണ്ട് തന്നെയല്ലേ ശമ്പളം വാങ്ങുന്നത്, ഞങ്ങൾ ആ ശമ്പളം നിർത്തിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ വഴിയില്ല എന്ന് നമുക്കറിയാം, അതുകൊണ്ട് അവിടെ ഈ ജോലിയൊക്കെ ചെയ്യണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും കരുണേനെയാണ്. കരുണയാണെങ്കിൽ ദുർഗയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ മഞ്ജുവിനെ ഇവിടെ കയറ്റാൻ സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാ മോളെ, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ഈ വീട് കണ്ണൻ്റെ അല്ലേ, കണ്ണൻ്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കുന്നത് തീരുമാനിക്കുന്നത് കണ്ണനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നാലും അമ്മ ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഞാൻ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്നെ പിടിച്ച് പുറത്താക്കും, ഇപ്പം തന്നെ ഉണ്ണിക്കാണെങ്കിൽ ശമ്പളം മാത്രമേ കിട്ടണുള്ളൂ, ജോലിയൊന്നുമില്ല, ഇനി മഞ്ജുവിനോട് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ശമ്പളവും കൂടി അവരെല്ലാം ചേർന്ന് നിർത്തും, പിന്നെ നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഉണ്ണിയേട്ടൻ്റെ ശമ്പളം കൊണ്ടല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കണ്ണേട്ടനല്ലേ എന്ന്.
ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് ശരിയാ, എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോള്. അന്നേരം കരുണ പറയുന്നുണ്ട് ഇവിടെ ആദ്യം ജനിക്കുന്ന കുഞ്ഞ് എൻ്റേതായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് നടക്കുകയും ചെയ്തേനെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മിക്ക് കുഞ്ഞുണ്ടാവാൻ പോവുക, അതുപോലെ തന്നെ മഞ്ജു അടുത്ത് തന്നെ അമ്മയാവും. എനിക്ക് മാത്രം ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അത് ആരുടെയും തെറ്റുകൊണ്ടല്ലല്ലോ മോളെ, മോളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ബുദ്ധിക്കുറവ് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് ആ വിഷം ചേർത്ത പായസം മഹാലക്ഷ്മിക്ക് കൊടുക്കാനുള്ളതിന് മോളല്ലേ കുടിച്ചിരുന്നത്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്തായാലും പറ്റിപ്പോയി അമ്മ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെ മഹാലക്ഷ്മിനെയാണ്. മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എഴുത്തി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ഈ കരുണയെടുത്തി എന്താ ഇങ്ങനെ മാറിപ്പോയേ? അല്ലെങ്കിൽ ലക്ഷ്മി എടുത്തി ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം മേശപ്പുറത്ത് വന്നിരുന്ന് കഴിച്ച പാത്രം പോലും കഴുകാതെ പോയിക്കൊണ്ടിരുന്ന ആളല്ലേ, ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പം അത് നീ വിശ്വസിച്ചേ പറ്റൂ മഞ്ജു, എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോണത്. അതാ ഞാൻ പറഞ്ഞത് കരുണയെടുത്തേക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും മാറാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ഇപ്പം നീ കണ്ടില്ലേ കരുണയ്ക്ക് നല്ല മാറ്റമുണ്ട്, എന്തായാലും ഇനി എന്ത് വേണമെങ്കിലും നീ അവളോട് ധൈര്യമായിട്ട് പറഞ്ഞു, അവളെല്ലാം റെഡിയാക്കി തരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് കരുണേനെയും ദുർഗേനെയും തന്നെയാണ്. കരുണ ദുർഗയോട് പറയുന്നുണ്ട് എനിക്ക് കിട്ടാത്ത ആ ഒരു ഭാഗ്യം ആർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല അമ്മയെന്ന് പറയുമ്പം മോളെ എന്ത് ഭാഗ്യത്തിൻ്റെ കാര്യം പറയുമെന്ന് ചോദിച്ചതും കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് മോളെന്താ ഉദ്ദേശിക്കുന്നത്, മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയണമെന്നാണോ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം അതല്ല അമ്മേ, ഞാൻ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയണമെന്നല്ല ഉദ്ദേശിച്ചത്, ആ ലക്ഷ്മി ഇല്ലേ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയണമെന്നാണ് ഞാൻ തീരുമാനിച്ചേക്കണം. ലക്ഷ്മിക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല, അവൾക്ക് കുഞ്ഞും കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണം മോളെ, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നമായാലും കുഴപ്പമില്ല അമ്മേ, അവൾക്കൊരു കുഞ്ഞുണ്ടാവാൻ ഞാൻ അനുവദിക്കൂല എന്ന്. അത് കേട്ടതും ദുർഗ നല്ല സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.